ഹലോ മക്കളെ, വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായ എക്സാമിനേഷനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എ യൂണിഫോം ചെയിൻ ഓഫ് ലെങ്ത് 4 meters ആൻഡ് മാസ് 0.6 kilograms ഈസ് ലൈയിങ് ഓൺ എ സ്മൂത്ത് ടേബിൾ ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് ഹാങ്ങിങ് ഡൗൺ ഓവർ ദ എഡ്ജ് ഓഫ് ദ ടേബിൾ. Then the work done to pull the hanging part on the table is. ഇത് നമുക്ക് വളരെ എളുപ്പം ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ഇതുപോലെ ടേബിൾ വരയ്ക്കുക. ഇതുപോലെ ഒരു ടേബിളിന് മുകളിൽ ഒരു ചെയിൻ ഇതുപോലെ കിടക്കാം. കണ്ടോ, ഈ ചെയിന്റെ പകുതി പോർഷൻ ടേബിളിന് മുകളിലും ബാക്കി പകുതി പോർഷൻ ഇതുപോലെ ഓവർ ഹാങ് ചെയ്ത് കിടക്കാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന പോർഷൻ L/2, ഈ കിടക്കുന്ന പോർഷൻ L/2. അങ്ങനെയല്ലേ പറയുന്നത്? ഹാഫ് ഓഫ് ദ പോർഷൻ ഇസ് ഹാങ്ങിങ് ഡൗൺ, ഹാഫ് ദ ലെങ്ത് ഇസ് ഹാങ്ങിങ് ഡൗൺ ഓവർ ദ എഡ്ജ് ഓഫ് ദ ടേബിൾ. അല്ലെ, ഇവിടെ താഴേക്ക് കിടക്കുന്ന പോർഷൻ L/2, മുകളിൽ ഇരിക്കുന്ന പോർഷൻ L/2. ഇവിടെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ ടു പുൾ ദിസ് ചെയിൻ ഓൺ ടു ദ ടേബിൾ. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഇതാണ്, mgl ഡിവൈഡഡ് ബൈ 2n². ഇവിടെ n എന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന നമ്പറാണ്. ഇപ്പൊ L/2 ആണെങ്കിൽ ആ n എന്ന് പറയുന്നത് 2 ആയിരിക്കും. L/3 ആണെങ്കിൽ n ഷുഡ് ബി ഈക്വൽ ടു 3. അപ്പൊ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. മാസ് അവർ പറയുന്നുണ്ട് ക്വസ്റ്റനില്, മാസ് 0.6 kilograms ലെങ്ത് 4 meters ആണ്. അപ്പോ മാസ് 0.6 kilograms എഴുതി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10, ലെങ്ത് 4 എന്ന് പറഞ്ഞിരിക്കുന്നു ക്വസ്റ്റനില്. 2 into n² എന്ന് പറയുന്നത് ഇവിടെ 2² ആണ് അല്ലെ. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. 2² 4 കൂടി കട്ട് ചെയ്തു. ബാക്കി എന്താ ഉണ്ടാവുക? 0.6 into 10. 0.6 into 10 6 വരും. 6 divided by 2. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 3 joules ആയിരിക്കും. ഓക്കെ, കുറെ വർഷങ്ങളിൽ സ്ഥിരമായി റിപ്പീറ്റ് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.